ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഏതാനും ദിവസങ്ങൾ മാത്രം നമ്മുടെ ദളപതി ദർശനത്തിന് വേണ്ടി പ്രീസെയിൽ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടാണ് പ്രീസെയിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് 11:59. പ്രീസെയിലിൻ്റെ ഇന്നത്തെ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രീസെയിലിൽ കേരളത്തിൽ 2 കോടി രൂപ കടന്നിരിക്കുന്നു പ്രീസെയിൽ ബുക്കിംഗ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ 1 കോടിയായിരുന്നു, ഇന്ന് 2 കോടിയായിരുന്നു. ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു കണക്കുകൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ നമ്മുടെ ആ വീഡിയോ കാണുക. ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് 2 കോടി കടന്നിരിക്കുന്നു പ്രീസെയിൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടില്ല. ഏകദേശം ഒരു 70% തിയേറ്റേഴ്സിലെ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുള്ളൂ. റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള 2-3 തിയേറ്റേഴ്സിലും ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം 2 ദിവസത്തേക്ക് മുമ്പേ സ്റ്റാർട്ട് ആവത്തുള്ളൂ ബുക്കിംഗ് എന്നൊക്കെ. അതുപോലെയുള്ള ഒത്തിരി ബുക്കിംഗ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തിയേറ്ററിൽ ബുക്കിംഗ് ഇല്ല എന്നുള്ള ഒത്തിരി പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരുടെയും അടുത്ത് അങ്ങനെ ഒരു ബുക്കിംഗ് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ഒന്ന് പറയുക. നമ്മുടെ ദളപതിയെ സ്നേഹിക്കുന്ന ഒത്തിരി ആരാധകരും ഒത്തിരി സിനിമാ പ്രേമികളും ഒക്കെ ഉണ്ട്. പുള്ളിയുടെ ലാസ്റ്റ് പടം ഫസ്റ്റ് ദിവസം തന്നെ പോയി കാണണം എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ, അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് അതൊരു വിഷമം ഉണ്ടാക്കി. റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ അടുത്ത് തന്നെ 2-3 തിയേറ്റേഴ്സിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഒരു ബേസ് ചെയ്താണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഒത്തിരി തിയേറ്റേഴ്സിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരിക്കാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏതൊക്കെ തിയേറ്റേഴ്സിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് തിയേറ്ററിലാണ് ഇങ്ങനൊരു പ്രോബ്ലം ഉള്ളത് എന്ന്. നിങ്ങളുടെ അടുത്തുള്ള ഏത് സ്ഥലമാണ്, അല്ലെങ്കിൽ ഏത് തിയേറ്ററിലാണ് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം അത് ഒത്തിരി പേർക്ക് ഇതാകും. ചിലപ്പോൾ പലരും അറിയാത്തവർ കാണും ഇന്ന തിയേറ്ററിൽ. നോക്കിയിരുന്ന ഒരു ബുദ്ധിമുട്ട്. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കാണാം. ഈ ഒരു ബുക്കിംഗ് പ്രോബ്ലം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു 2 കോടി അല്ല നമുക്ക് പ്രീസെയിലിലൂടെ കിട്ടാൻ സാധ്യത. ഏകദേശം ഒരു 3 കോടി കടന്നേനെ ഇന്നത്തെ റിപ്പോർട്ട് വന്നിരുന്നെങ്കിൽ. പലയിടങ്ങളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പേര് ഇത് അറിയുന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ല വേറെ മറ്റൊന്നിനല്ല. ഏതൊക്കെ തിയേറ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് തിയേറ്ററിലാണ് ഇങ്ങനെ പ്രശ്നമുള്ളത്, എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ ദളപതി ദർശനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഒത്തിരി പേര് ടിക്കറ്റ് ഫസ്റ്റ് ഡേ ഫാൻ ഷോസ് ഉള്ളവരുണ്ട്. ഒത്തിരി പേർക്ക് ഫസ്റ്റ് ഡേ കിട്ടാത്തവരുണ്ട്. എന്തായാലും നിങ്ങൾ ഏത് സമയത്താണ് പോകുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആണോ ഫാൻസ് ഷോയ്ക്കാണോ? എന്തായാലും 6 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതുള്ളവർ കേരളയിൽ. എന്തായാലും കിടില ഒരു ബുക്കിംഗാണ്. അതായത് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഭയങ്കര ഒരു തൂക്കിയടിയാണ് പ്രീസെയിലൂടെ നമ്മുടെ ജനനായകൻ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പടം നമ്മുടെ റിലീസിന് മുമ്പ് എല്ലായിടത്തെയും പ്രശ്നങ്ങൾ സോൾവ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോൾവ് ആകണമല്ലോ. എല്ലാം സോൾവ് ആയിട്ട് എന്തായാലും ഒരു പ്രീസെയിൽ കണക്ക് വെച്ചിട്ട് ഏകദേശം എൻ്റെ ഒരു പ്രവചനമാണ്. എൻ്റെ ഒരു ഇതിൽ ഏകദേശം ഒരു 5 കോടിക്കടുത്ത്, അല്ലെങ്കിൽ 4-5 കോടി പ്രീസെയിലൂടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നമ്മുടെ ലിയോയെ പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ദളപതിയുടെ ലാസ്റ്റ് സിനിമയാണ് ജനനായകൻ. ഒത്തിരി പ്രത്യേകതകളുള്ള സിനിമയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം അതിൻ്റെ ഒരു 4th സിംഗിളും ഇറങ്ങിയിട്ടുണ്ട്. ജനുവരി 4 നാളെ ട്രെയിലർ വരും. മറ്റന്നാൾ നമ്മുടെ ദളപതി തിരുവിഴ ഇവൻ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ന്യൂ ഇയർ സംബന്ധിച്ച് നമ്മുടെ ജനനായകൻ്റെ ഒരു വിളയാട്ടമാണ്. സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ TV എല്ലായിടത്തും. എന്തായാലും ജനനായകൻ അടുത്ത റിലീസിന് മച്ച് വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഞാനും അതുപോലെ വെയിറ്റിംഗ് ആണ്. എന്തായാലും ജനനായകൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ അപ്പോൾ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.